ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ഗ്രേഡ് 7-ലെ ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ് എന്ന ചാപ്റ്ററിലെ തേർഡ് എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതിന് മുന്നുള്ള എക്സസൈസിൽ നമ്മൾ ചെയ്തത് മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു. ഇത് ഡിവിഷൻ ആണ്. അപ്പോൾ ഡിവിഷൻ ചെയ്യുമ്പോഴുള്ള റൂൾസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻട്രഡക്ഷൻ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഈ സൊല്യൂഷൻ വീഡിയോ കാണുന്നതിന് മുന്നേ തന്നെ ഇൻട്രഡക്ഷൻ വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. ഞാൻ അതിൻ്റെ എല്ലാം ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓരോന്നായി സോൾവ് ചെയ്ത് നോക്കാം. 12 ഡിവൈഡഡ് ബൈ 3/4 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫ്രാക്ഷനുമായിട്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് അതിന്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയെന്ന്. റെസിപ്രോക്കൽ എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാലോ. നമ്മൾ ഒരു ഫ്രാക്ഷൻ എഴുതുകയാണ് 1/2. ഇതിന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ ഇത് നേരെ തിരിച്ചെഴുതുന്നത്. ഡിനോമിനേറ്റർ മേലേക്കും ന്യൂമറേറ്റർ താഴേക്കും എഴുതി കൊടുക്കുക. അതായത് 2/1. ഇതാണ് ഇതിന്റെ റെസിപ്രോക്കൽ. ഇപ്പോൾ 3/2 ആണെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽ 2/3 ആണ്. നമുക്കിവിടെ ഒരു നമ്പറിനെ ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് അതിൻ്റെ റെസിപ്രോക്കൽ എഴുതി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്കത് നോക്കാം. 12 × 4/3 അല്ലേ. 3/4ൻ്റെ റെസിപ്രോക്കലാണ് 4/3. ഇങ്ങനെ എഴുതി കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് കട്ട് ചെയ്യാം. 12-ൽ 3 4 ടൈംസ്, 3-ൽ 3 1 ടൈം. 4 × 4 is 16. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 14 ഡിവൈഡഡ് ബൈ 5/6. അപ്പോൾ നമുക്ക് 14 × 5/6ൻ്റെ റെസിപ്രോക്കൽ 6/5 ആണ്. ഇനി 14 × 6 ചെയ്യാം. 6 4s are 24. 4 here, 2 up. 1 × 6 is 6. 6 plus 2 is 8. 84/5. ഇനി 84നെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് മിക്സ് ഫ്രാക്ഷനിൽ ആൻസർ എഴുതാം. 8-ൽ 5 1 ടൈം. 1 × 5 is 5. 8 - 5 is 3. ഈ 4 താഴേക്ക് വരുന്നു. 34-ൽ 6 5s ആണ്. 6 5s are 30. 4 - 0 is 4. 3 - 3 is 0. ഇനി നമുക്ക് ഇതിനെ മിക്സ് ഫ്രാക്ഷൻ ആയിട്ട് ഇവിടെ എഴുതാം. 16 4/5. ഇതാണ് ആൻസർ. മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 8 ഡിവൈഡഡ് ബൈ 7/3. 8 × 7/3യുടെ റെസിപ്രോക്കൽ 3/7 എഴുതി. 8 × 3 is 24/7. 24നെ നമുക്ക് 7 ആയിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്യാം. 3 7s are 21. 4 - 1 is 3. 2 - 2 is 0. ഇതിനങ്ങോട്ട് എഴുതുമ്പോൾ 3/7 എന്ന് കിട്ടും. മനസ്സിലായല്ലോ. ഈസിയാണ് അല്ലേ. അടുത്ത നോക്കാം. 4 ഡിവൈഡഡ് ബൈ 8/3. 4 × 3/8. 4ഉം 8ഉം കൂടെ കട്ട് ചെയ്യാം. 4-ൽ 4 1 ടൈം. 8-ൽ 4 2 ടൈംസ്. 3/2 എന്ന് കിട്ടുന്നു. 3നെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 1 × 2 is 2. 3 - 2 is 1. 1 1/2 എന്ന് ആൻസർ എഴുതാം. ഇനി അടുത്തത് 3 ഡിവൈഡഡ് ബൈ 2 1/3. ആദ്യം നമുക്ക് മിക്സ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയിട്ട് എഴുതിയിട്ട് അതിനുശേഷം റെസിപ്രോക്കൽ എഴുതി മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. 3 ഡിവൈഡഡ് ബൈ 2 × 3 6. 6 + 1 is 7/3. ഈ റെസിപ്രോക്കൽ എഴുതി മൾട്ടിപ്ലൈ ചെയ്യാം. 3 × 3/7. 3 × 3 is 9/7. 9 ഡിവൈഡഡ് ബൈ 7. 1 7 is 7. 9 - 7 is 2. നമ്മുടെ ആൻസർ 1 2/7 എന്നാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 5 ഡിവൈഡഡ് ബൈ 3 4/7. 5 ഡിവൈഡഡ് ബൈ 3 × 7 is 21. 21 + 4 is 25/7. ഇനി 5 × 7/25. മനസ്സിലായല്ലോ. ഇതിൻ്റെ റെസിപ്രോക്കലാണ് കേട്ടോ 7/25 എന്ന് എഴുതിയത്. 5-ൽ 5 1 ടൈം. 25-ൽ 5 ടൈംസ്. 7/5. ഇനി 7നെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 1 × 5 is 5. 7 - 5 is 2. നമ്മുടെ ആൻസർ 1 2/5 എന്നാണ്. ഈ പ്രോബ്ലംസ് എല്ലാവർക്കും മനസ്സിലായല്ലോ. നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് ഫ്രാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ റെസിപ്രോക്കൽ എഴുതി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. വളരെ ഈസിയാണ് കേട്ടോ കൂട്ടുകാരെ. ഇത് എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യണം, തെറ്റിക്കാതെ ചെയ്യണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഫൈൻഡ് ദ റെസിപ്രോക്കൽ ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്രാക്ഷൻസ്.
Classify the reciprocals as proper fractions, improper fractions and whole numbers. ഇവിടെയുള്ള ഫ്രാക്ഷൻസിന്റെ എല്ലാം റെസിപ്രോക്കൽ നമ്മൾ എഴുതണം. നമുക്ക് കിട്ടിയ റെസിപ്രോക്കൽ പ്രോപ്പർ ഫ്രാക്ഷൻ ആണോ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണോ, ഹോൾ നമ്പർ ആണോ എന്ന് ക്ലാസിഫൈ ചെയ്ത് എഴുതി കൊടുക്കണം. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ് റെസിപ്രോക്കൽ എന്ന് ആദ്യം അറിയണം അല്ലേ? നമുക്കൊരു ഫ്രാക്ഷൻ എഴുതാം 2/3. അതിൻ്റെ ഡിനോമിനേറ്റർ മേലോട്ട് എഴുതുന്നു, ന്യൂമറേറ്റർ താഴോട്ട് എഴുതുന്നു. അതാണ് അതിൻ്റെ റെസിപ്രോക്കൽ 3/2. ഇനി 5/4 ആണെങ്കിലോ അതിൻ്റെ റെസിപ്രോക്കൽ 4 മേലേക്ക് എഴുതുന്നു, 5 താഴേക്ക് എഴുതുന്നു. ഇത്രയേ ഉള്ളൂ. ഇനി എന്താണ് പ്രോപ്പർ ഫ്രാക്ഷൻ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, ഹോൾ നമ്പർ? പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഡിനോമിനേറ്ററിനേക്കാൾ ചെറുതായിരിക്കും ന്യൂമറേറ്റർ. നമുക്കിവിടെ തന്നെ നോക്കാം. 2/3. ഇവിടെ ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതുമാണ് അല്ലേ? ഇത് ഒരു പ്രോപ്പർ ഫ്രാക്ഷനാണ്. 3/2 ഡിനോമിനേറ്ററിനേക്കാൾ വലുതാണ് ന്യൂമറേറ്റർ. അപ്പോൾ അത് ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷനാണ്. പിന്നെ നമ്മൾ എഴുതുന്ന 2, 3, 4, 6 ഇതെല്ലാം ഹോൾ നമ്പേഴ്സാണ് കേട്ടോ. ഫ്രാക്ഷനും ഡെസിമലും ഒന്നും അല്ലാതെ എഴുതുന്ന എല്ലാ 0 മുതലുള്ള പോസിറ്റീവ് നമ്പേഴ്സും ഹോൾ നമ്പേഴ്സാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് സോൾവ് ചെയ്യാം. റെസിപ്രോക്കൽ ഓഫ് 3/7 ഈക്വൽസ് ടു 7/3. ഇവിടെ നോക്കൂ, ഡിനോമിനേറ്ററിനേക്കാൾ വലുതാണ് ന്യൂമറേറ്റർ അല്ലേ? അപ്പോൾ അത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. ഇനി നോക്കൂ, റെസിപ്രോക്കൽ ഓഫ് 5/8. അതെങ്ങനെ വരുന്നത്? 8/5 ആണ്. അതും ഡിനോമിനേറ്ററിനേക്കാൾ വലുതാണ് ന്യൂമറേറ്റർ. അപ്പോൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ തന്നെയാണ്. ഇനി അടുത്തത് 9/7. അതിൻ്റെ റെസിപ്രോക്കൽ 7/9. ഇവിടെ ഡിനോമിനേറ്ററിനേക്കാൾ ചെറുതാണ് ന്യൂമറേറ്റർ. അപ്പോൾ ഇത് പ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. അടുത്തത് 6/5. 6/5ൻ്റെ റെസിപ്രോക്കൽ 5/6 ആണ്. ഇതും ഡിനോമിനേറ്ററിനേക്കാൾ ചെറുതാണ് ന്യൂമറേറ്റർ. അപ്പോൾ പ്രോപ്പർ ഫ്രാക്ഷൻ തന്നെയാണ് കേട്ടോ. ഇനി റെസിപ്രോക്കൽ ഓഫ് 12/7. 7/12 ആണ്. ഇവിടെയും ഡിനോമിനേറ്ററിനേക്കാൾ ചെറുതാണ് ന്യൂമറേറ്റർ. അപ്പോൾ പ്രോപ്പർ ഫ്രാക്ഷൻ തന്നെയാണ്. അടുത്തത് നോക്കാം. റെസിപ്രോക്കൽ ഓഫ് 1/8 ഈക്വൽസ് ടു 8/1. ദാറ്റ്സ് ഈക്വൽസ് ടു 8. ഇതൊരു ഹോൾ നമ്പർ ആണ്. ഇനി അടുത്തത് റെസിപ്രോക്കൽ ഓഫ് 1/11 ഈസ് ഈക്വൽസ് ടു 11/1. ദാറ്റ്സ് ഈക്വൽസ് ടു 11. ഇതൊരു ഹോൾ നമ്പർ തന്നെയാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റ്യൻ. റെസിപ്രോക്കൽ എന്താണെന്നും ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്താണ്, പ്രോപ്പർ ഫ്രാക്ഷൻ എന്താണ്, ഹോൾ നമ്പർ എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും അല്ലേ? ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതിന് മുന്നുള്ള എക്സസൈസിൽ നമ്മൾ ചെയ്തത് ഡിവൈഡ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് സോൾവ് ചെയ്ത് നോക്കാം. 7/3 ഡിവൈഡഡ് ബൈ 2. ഇതെങ്ങനെ ചെയ്യുന്നത്? ആദ്യം നമുക്ക് 7/3 എഴുതാം. 2ന് നമുക്ക് 2/1 എന്ന് എഴുതാം. ഇനി റെസിപ്രോക്കൽ എഴുതാൻ സുഖാണല്ലോ. 7/3 ഇൻറ്റു 1/2. 7 × 1 is 7. 3 × 2 is 6. നമുക്ക് 7 ഡിവൈഡഡ് ബൈ 6 ചെയ്യാം. 1 × 6 is 6. 7 - 6 is 1. മിക്സ് ഫ്രാക്ഷൻ ആയിട്ട് ആൻസർ എഴുതാം. 1/6. എന്താണ് റെസിപ്രോക്കൽ എന്നും എങ്ങനെയാണ് ഡിവിഷൻ്റെ റൂൾസ് എന്നൊക്കെ നമ്മൾ ഇൻട്രൊഡക്ഷൻ വീഡിയോയിലും ഇതിന് മുന്നുള്ള സൊല്യൂഷൻ വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് മുന്നുള്ള വീഡിയോസ് എല്ലാം കാണണം. ഞാൻ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം നമുക്ക്. 4/9 ഡിവൈഡഡ് ബൈ 5 ഈക്വൽസ് ടു 4/9 ഡിവൈഡഡ് ബൈ 5/1. ദാറ്റ്സ് ഈക്വൽസ് ടു 4/9 ഇൻറ്റു ഈ 5/1ൻ്റെ റെസിപ്രോക്കൽ 1/5. ദാറ്റ്സ് ഈക്വൽസ് ടു 4 × 1 is 4/9 × 5 is 45. ഇതൊരു പ്രോപ്പർ ഫ്രാക്ഷൻ ആണ് കേട്ടോ. ഇനി അടുത്തത് 6/13 ഡിവൈഡഡ് ബൈ 7. 6/13 ഡിവൈഡഡ് ബൈ 7/1 എന്നെഴുതാം. 6/13 ഇൻറ്റു 7/1ൻ്റെ റെസിപ്രോക്കൽ 1/7. 6 × 1 is 6. 13 × 7 നോക്കാം നമുക്ക്. 3 × 7 is 21. 1 here, 2 up. 1 × 7 is 7. 7 + 2 is 9. 6/91 എന്ന് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 4 1/3 ഡിവൈഡഡ് ബൈ 3.
ഇങ്ങനെ മിക്സ് ഫ്രാക്ഷൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റണം. 4 into 3 is 12. 12 plus 1 is 13 by 3 divided by 3 by 1. That's equals to 13 by 3 into 3 by 1 into reciprocal 1 by 3. That's equals to 13 into 1 is 13. 3 into 3 is 9. ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. 13 ഡിവൈഡഡ് ബൈ 9. 13ൽ 9 1 ടൈം. 1 into 9 is 9. 13 minus 9 is 4. നമ്മുടെ ആൻസർ 1/4/9 എന്ന് എഴുതാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ 3 1/2 ഡിവൈഡഡ് ബൈ 4 ഈക്വൽസ് ടു മിക്സ് ഫ്രാക്ഷൻ ഇംപ്രോപ്പർ ആക്കാം. 3 into 2 is 6. 6 plus 1 is 7. 7/2 divided by 4/1 equals to 7/2 into 1/4 equals to 7 into 1 is 7 by 2 into 4 is 8. അടുത്തത് നോക്കാം. 4 3/7 divided by 7. 4 into 7 is 28. 28 plus 3 is 31 by 7 divided by 7 by 1. 31 by 7 into 1 by 7 equals to 31 into 1 is 31 by 7 into 7 is 49. എല്ലാവർക്കും മനസ്സിലായല്ലോ എങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനൊക്കെ സോൾവ് ചെയ്തതെന്ന്? ആർക്കും ഡൗട്ടൊന്നുമില്ലല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണം. 4th ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ രണ്ടും ഫ്രാക്ഷൻസ് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. 2/5 ഡിവൈഡഡ് ബൈ 1/2. നമ്മൾ സാധാരണയായിട്ട് ഫ്രാക്ഷനുമായിട്ടുള്ള ഡിവിഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ എഴുതി മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? 2/5 ഇൻറ്റു 1/2 റെസിപ്രോക്കൽ 2/1 ആണ്. 2 into 2 4/5 into 1 5. ഇതാണ് നമ്മുടെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4/9 ഡിവൈഡഡ് ബൈ 2/3. 4/9 into reciprocal of 2/3 is 3/2. ഇനി നമുക്ക് ഇവിടെ 9ഉം 3ഉം കട്ട് ചെയ്യാം. 4ഉം 2ഉം കട്ട് ചെയ്യാം. 4ൽ 2 2 times. 2ൽ 2 1 time. 3ൽ 3 1 time. 9ൽ 3 3 times. 2 into 1 is 2 by 3 into 1 is 3. അടുത്ത ക്വസ്റ്റ്യൻ 3/7 ഡിവൈഡഡ് ബൈ 8/7. ഇതിന് നമുക്ക് 3/7 ഇൻറ്റു 8/7 റെസിപ്രോക്കൽ എഴുതാം. 7/8. ഇവിടെ നമുക്ക് 7ഉം 7ഉം കട്ട് ചെയ്യാം. 3/8 എന്ന ആൻസർ എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ 2 1/3 ഡിവൈഡഡ് ബൈ 3/5. മിക്സ് ഫ്രാക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. മിക്സ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റിയതിന് ശേഷം വേണം റെസിപ്രോക്കൽ എഴുതി മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട്. 2 into 3 is 6. 6 plus 1 is 7/3 divided by 3/5. ഇനി നമുക്ക് 7/3 എഴുതാം. ഇൻറ്റു 3/5 റെസിപ്രോക്കൽ എഴുതാം. അത് 5/3 ആണ്. 7 into 5 is 35 by 3 into 3 is 9. ഇനി നമുക്ക് 35നെ 9ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 35ൽ 9 3 times. 3 9s are 27. 5 minus 7 പോസിബിൾ അല്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ബോറോ ചെയ്യാം. ഇത് 15 ആയി. ഇത് 2 ആയി മാറി. 15 minus 7 is 8. ആൻസർ 3 8/9 എന്നെഴുതാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3 1/2 ഡിവൈഡഡ് ബൈ 8/3. ഇവിടെ നമുക്ക് മിക്സ് ഫ്രാക്ഷൻ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാം. 3 into 2 is 6. 6 plus 1 is 7/2 divided by 8/3 equals to 7/2 into 8/3 reciprocal 3/8 equals to 7 into 3 is 21 by 2 into 8 is 16. നമുക്ക് 21നെ 16ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 1 into 16 is 16. 1 minus 6 പോസിബിൾ അല്ല. അപ്പോൾ ഇവിടെ നിന്ന് ബോറോ ചെയ്യാം. ഇത് 11 ആയി. ഇത് 1 ആയി.
11 മൈനസ് 6 5 1 മൈനസ് 1 0. അപ്പോൾ നമ്മുടെ ആൻസർ 1/5/16 എന്നായി. അടുത്ത ക്വസ്റ്റ്യൻ 2/5 ഡിവൈഡഡ് ബൈ 1/2 ഈക്വൽസ് ടു 2/5 ഡിവൈഡഡ് ബൈ, നമുക്ക് ഈ മിക്സ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാം. 1 into 2 is 2, 2 plus 1 is 3/2 ഈക്വൽസ് ടു 2/5 ഇൻറ്റു 3/2ൻ്റെ റെസിപ്രോക്കൽ 2/3 ഈക്വൽസ് ടു 2 into 2 is 4/5 into 3 is 15. അടുത്തത് 1/5 ഡിവൈഡഡ് ബൈ 2/3. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ടും മിക്സ് ഫ്രാക്ഷൻ ആണ്. ഇതിനെ രണ്ടിനും നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റണം. 3 into 5 is 15. 15 plus 1 is 16/5 divided by 1 into 3 is 3. 3 plus 2 is 5/3. ഇനി നമുക്ക് 16/5 into 5/3യുടെ റെസിപ്രോക്കൽ 3/5. ഇനി 16 into 3 ചെയ്യാം. 16 into 3. 6 3s are 18. 8 here, 1 up. 1 into 3 is 3. 3 plus 1 is 4. 48 by 5 into 5 is 25. 48നെ 25 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 1 into 25 is 25. 8 minus 5 is 3. 4 minus 2 is 2. നമ്മുടെ ആൻസർ 123/25 എന്നാണ്. ഇനി അടുത്തത് 1/5 ഡിവൈഡഡ് ബൈ 1/5. ഈ മിക്സ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാം. 2 into 5 is 10. 10 plus 1 is 11/5 divided by 1 into 5 is 5. 5 plus 1 is 6/5 equals to 11/5 into 6/5ൻ്റെ റെസിപ്രോക്കൽ 5/6. ഇനി ഈ 5ഉം ഈ 5ഉം കട്ടായി പോയി. നമുക്ക് 11/6 എന്നാണ് കിട്ടിയിട്ടുള്ളത്. 11നെ നമുക്ക് 6 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 1 into 6 is 6. 11 minus 6 is 5. നമ്മുടെ ആൻസർ 1/5/6. എല്ലാവർക്കും മനസ്സിലായ കൂട്ടുകാരെ? ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണം. പിന്നെ നമ്മൾ ഇതിന് മുന്നുള്ള സൊല്യൂഷൻ വീഡിയോസും ഇൻട്രൊഡക്ഷൻ വീഡിയോ ഒക്കെ മുന്നേ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ എല്ലാം ലിങ്ക് താഴെ കൊടുക്കാം. നിങ്ങളെല്ലാവരും കാണുമല്ലോ. പിന്നെ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.